مولد أحمد طه الهادي فيض من نور الرحمن أثنى الرحمن عليه في محكم آيات القرآن. مولد أحمد طه الهادي فيض من نور الرحمن أثنى الرحمن عليه في محكم آيات القرآن. بربيع الأول شرفنا بجمال منه فتان. كل نبي بشرا بأحمد وأنذرا. كل نبي بشرا بأحمد وأنذرا أن آمنوا بآيه وصدقوا بهديه. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ. കർമ്മമുതിർത്തു കനൽപദമിൽ ജയഭേരിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ. കർമ്മമുതിർത്തു കനൽപദമിൽ ജയഭേരിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസ്സുന്നുതിയായി ഹൃത്തിൽ. മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ. കർമ്മമുതിർത്തു കനൽപദമിൽ ജയഭേരിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ദീപം. ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ. പതിനായിരങ്ങൾ പഠിച്ചു വളരുന്ന ഏഷ്യയിലെ ഏറ്റവും മുതിർന്ന സ്ഥാപനവുമായ മർകസ് സഖാഫത്ത് സുന്നിയ അൽ ഇസ്ലാമിയ കാറന്തൂർ കാലിക്കറ്റ് ഇതിന്റെ 35ാം വാർഷിക മഹാസമ്മേളനം ഇതേ വരുന്ന ജനുവരി 4, 5, 6 തീയതികളിൽ മർക്കസ് ക്യാമ്പസിൽ നടക്കുകയാണ്. ആ മഹാസമ്മേളനത്തിന്റെ പ്രചരണവും ആ മഹാസ്ഥാപനം ലോകത്തിലേക്ക് വിളിച്ചോതുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയങ്ങളും ആദർശങ്ങളും തലമുറകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ച സുന്നി ആദർശ സമ്മേളനമാണ് ഇത്. ഖായിദുസ്സമാൻ ഖമറുലുലമ കാന്തപുരം AP ഉസ്താദ് ആ മഹാവിദ്യാസമുച്ചയത്തെ നേതൃത്വം നൽകി അതിന്റെ പ്രവർത്തന രംഗത്തെ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് വ്യാപകമാക്കി പ്രശോഭിതമാക്കി വളർത്തിയെടുക്കുമ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ചും ആ സ്ഥാപനത്തെ ഫൗണ്ടറിനെ കുറിച്ചും അറിയൽ ഈമാനിക ശക്തിയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദർശം എന്ന പേരിൽ തന്നെ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മർകസ് സഖാഫത്ത് സുന്നിയ എന്ന ആ സ്ഥാപനം ലോകത്തുള്ള സർവ ജനങ്ങൾക്കും ഒരു ആദർശമാണ്. മതങ്ങളുടെ വ്യത്യാസമില്ലാതെ, വർണ്ണങ്ങളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒറ്റ ഒരു നോട്ടത്തിൽ കാണുകയും പാവപ്പെട്ടവരെ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് വലിച്ചുകൊണ്ടുവരാൻ ആ മഹാസ്ഥാപനം നടത്തിയ പ്രവർത്തനങ്ങൾ മതത്തിനേക്കാൾ
അപ്പുറമുള്ള എല്ലാ ജനവിഭാഗത്തിനും മാതൃകമാണ്, ആദർശമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിയുടെ ജീവിതത്തിൽ പകർത്തേണ്ട, ആദർശമായി കണക്കിലെടുക്കേണ്ട ആ രൂപത്തിലുള്ള ആ സ്ഥാപനത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തലും ആ സ്ഥാപനത്തിന് സാരഥ്യം വഹിക്കുന്ന ആ സ്ഥാപനത്തിന്റെ ശില്പി അബുവന്യരായ ഖായിദുസ്സമാൻ ഖമറുൽ-ഉലമ കാന്തപുരം എ പി ഉസ്താദ് മഹാനവറുകൾ ആ സ്ഥാപനത്തോടും ലോക ജനങ്ങളോടും ഏതൊരു ആദർശമാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഏറ്റുവാങ്ങാൻ മനുഷ്യ സമൂഹം വളരെ ആവേശത്തിൽ മുന്നോട്ട് വരുമ്പോൾ കേരളം എന്ന സ്റ്റേറ്റ് മാത്രമല്ല, കർണാടക മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങൾ മുഴുവനും, ഒറീസയും അതുപോലെ ഗുജറാത്തും അസ്സാമും തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും മർക്കസ് സഖാഫത്തി സുന്നിയുടെ മാനവികത ഓതുന്ന സ്ഥാപനങ്ങൾ പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇത് ഇന്ത്യയുടെ ഉള്ളിൽ മാത്രമാണ്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കാലെടുത്തു വെച്ചാൽ വിവിധ അറബ് രാഷ്ട്രങ്ങളിലും അല്ലാത്ത രാഷ്ട്രങ്ങളിലും മഹത്തായ സ്ഥാപനത്തിന്റെ ശാഖകൾ, മഹത്തായ സ്ഥാപനത്തിന്റെ അംഗങ്ങളായി ഖായിദുസ്സമാൻ ഖമറുൽ-ഉലമ എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും സ്ഥാപനങ്ങളാൽ, വിദ്യാഭ്യാസ സമുച്ചയങ്ങളാൽ നിറക്കപ്പെട്ടത് അറിയേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് കാന്തപുരം ഉസ്താദ്, ആരാണ്, എന്താണ് മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന് നാം അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കും. ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങൾ ഈ കൂടിയവർ മാത്രമല്ല, ഈ മഹത്തായ സുന്നി ആദർശ സമ്മേളനത്തിൽ സമ്മേളിക്കാൻ പരിസര നാടുകളിൽ നിന്നുള്ള സുന്നി പ്രവർത്തകന്മാർ ആയിരക്കണക്കിൽ സമ്മേളന നഗരിയെ ലക്ഷ്യമാക്കി യാത്ര വിട്ട സന്തോഷ വിവരം അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് മർക്കസ് സഖാഫത്തി സുന്നിയയും അതിന് നേതൃത്വം നൽകുന്ന ഖായിദുസ്സമാൻ കാന്തപുരം ഉസ്താദ് അവറുകളും ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം എന്താണ്? അത് പവിത്രമായ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയപ്പെടുന്ന ദീനിന്റെ യഥാർത്ഥമായ ആശയങ്ങളും അതിന്റെ ആദർശങ്ങളുമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, അല്ലാഹു അംഗീകരിക്കുകയും അല്ലാഹു അഭിമാനിക്കുകയും അല്ലാഹു സ്വീകരിക്കുകയും ഉള്ള മതം അത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ മതം ഏതാണ്? അത് പവിത്രമായ ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു ഭാഷയിൽ പറയാം അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅ അത് മാത്രമേ ഇസ്ലാമുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അത് ലോകത്ത് കാണാൻ കഴിയും. എന്റെ ചെറുപ്പക്കാരെ, സുന്നി പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ച മതം പവിത്രമായ അഹ്ലുസുന്ന വൽ ജമാഅ ആയതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നേതൃത്വം നൽകുകയും അതിനുവേണ്ടി തന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകൾ ഉപയോഗപ്പെടുത്തുന്ന ലോകം ഈ കാലയളവിൽ കാണുന്ന ഏറ്റവും മുതിർന്ന നേതാക്കൾ അത് ആരാണെന്ന് ചോദിച്ചാൽ അത് താജുൽ ഉലമയുടെയും അതുപോലെ കാന്തപുരം ഉസ്താദിന്റെയും നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെയും ആ പവിത്രമായ പാതയാണെന്ന് തീർച്ചറിയാൻ കാലം വഴികാട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ത്യയുടെ ചരിത്രമെടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും പ്രശോഭിതമായ നാടാണെന്ന് ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തിലെ സർവ്വ മതങ്ങളുടെ നേതാക്കൾ വന്നാൽ കാശ്മീരത്തെ കുറിച്ച് പറയാറുണ്ട്, കാശ്മീരത്തെ കുറിച്ച് അഭിനന്ദിക്കാറുണ്ട്. ആ കാശ്മീരയുടെ ഓരോ ദിക്കുകളിലും ദിവസേന വീണുകൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങൾ അഥവാ മയ്യിത്തുകൾ, അതുപോലെ നിരന്തരമായി ഒലിച്ചു പോകുന്ന രക്തത്തിന്റെ പുഴകൾ, ശാന്തിക്ക് വേണ്ടി ആ കാശ്മീരിന്റെ ജനത ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലൊരു പണ്ഡിത നേതാവെന്ന നിലയ്ക്ക് കാശ്മീരിന്റെ ജനതയ്ക്ക് ശാന്തി പകരാൻ അല്ലാഹു തആല ഇന്ത്യയിലേക്ക് കണിഞ്ഞ ഒരു നേതാവാണ്
ഖായിദുസ്സമാൻ ഖമറുൽ AP ഉസ്താദ് അവர்கள் നമ്മുടെ വേദിയെ ധന്യമാക്കാൻ, നമുക്കൊക്കെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കാൻ വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന സയ്യിദുനാ അസ്സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറത്ത് നമ്മുടെ വേദിയെ ധന്യമാക്കുകയാണോ? അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സുന്നി മർക്കസ് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. ಏನದು ಮರ್ಕಸ್, ಯಾರದು AP ಉಸ್ತಾದ್ ಒಂದು ವಿವರಿಸುವ ಅಗತ್ಯವಿಲ್ಲ. ಈಗ 25,270 ಮಕ್ಕಳು ಈಗ ಕಲಿಯುತ್ತಿರುವ ಐತಿಹಾಸಿಕ ಮಹಾ ವಿದ್ಯಾ ಸಮುಚ್ಚಯ ಕೇಂದ್ರವಾಗಿದೆ ಸುನ್ನಿ ಮರ್ಕಸ್. ಈ ಕಳೆದ 35 ವರ್ಷಗಳ ಇತಿಹಾಸದಲ್ಲಿ ಅಲ್ಲಿ ಕಲಿತು ತೇರ್ಗಡೆ ಹೊಂದಿದ ವಿದ್ಯಾ ಸಂಪನ್ನರ ಸಂಖ್ಯೆ 69,617. ಅದು ಸಮುದಾಯಕ್ಕಾಗಿ ನೀಡಿದಂತಹ ಮಹಾ ಕೊಡುಗೆಯಾಗಿದೆ. ನಾಡದು ನಡೆಯಲಿರುವ 2013 ಜನವರಿ 4, 5, 6 ಆ ಸಮ್ಮೇಳನಕ್ಕೆ ನೀವು ಬನ್ನಿ ಎಂದು ನಾನೀಗ ಕರೆಯುತ್ತಿಲ್ಲ. ಬಂದರೆ ಅಲ್ಲಿ ಜಾಗ ಸಾಲದು. ಕ್ಷಮಾಪಣೆಯೊಂದಿಗೆ ಯಾವುದಾದರೂ ಒಂದು ದಿನ ಮರ್ಕಸ್ಗೆ ಹೋದರೂ ಸಾಕು. ಪ್ರತಿದಿನವೂ ಕೂಡ ಅಲ್ಲಿ ಸಮ್ಮೇಳನ ಆಗ್ತಾ ಉಂಟು. ಇಮಾಮ್ ಜಮಾತಿನ ಮರ್ಕಸ್ ಮಸ್ಜಿದ್ ಹಾಮಿಲಿಯಾ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ನೆನಪಿಸುತ್ತಾ, ಆ ಮಹಾ ಸಮುಚ್ಚಯದಲ್ಲಿ ಕಾಂದಪುರಂ AP ಉಸ್ತಾದರು ಶಿಕ್ಷಣಕ್ಕೆ ಮಹತ್ವ ನೀಡಿದ್ದಾರೆ. ಇಹಲೋಕದ ವಿಜಯದ ಶಿಕ್ಷಣ, ಪರಲೋಕದ ವಿಜಯದ ಶಿಕ್ಷಣ, ಅದಕ್ಕೆ ಮಹತ್ವ ನೀಡಿದ್ದಾರೆ. ವಿವಿಧ ಸಂಸ್ಥೆಗಳನ್ನು ಕಟ್ಟಿ ಬೆಳೆಸಿರುವುದು ಆ ಮಹೋನ್ನತ ಗುರಿಯ ಸಾಧನೆಗಾಗಿ. ಅಲ್ಲಾಹು ಅದನ್ನು ಕಬೂಲ್ ಮಾಡಲಿ. ಅದರ ಜೊತೆಗೆ ಸೈಯದ್ ಇಸ್ಮಾಯಿಲ್ ತಂಗಳ್ ಉಜಿರೆ ಬಂದರು, ಅವರಿಗೆ ಮರ್ಹಬಾ ಸ್ವಾಗತ ಕೋರ್ತಾ ಇದ್ದೇನೆ. ಅದರ ಜೊತೆಗೆ ಸಮುದಾಯದ ಜನರು ಕಷ್ಟಪಡುತ್ತಿರುವಾಗ ಸ್ಪಂದಿಸುವಂತಹ ಹೃದಯ ವೈಶಾಲ್ಯತೆಯ ಮನಸ್ಸು AP ಉಸ್ತಾದರಿಗೆ ಇದೆ. ಭಾರತ ದೇಶವನ್ನು ಅವಲೋಕಿಸುವಾಗ ಇರುವ ರಾಜ್ಯಗಳ ಪೈಕಿ 3 ರಾಜ್ಯವನ್ನು ಎತ್ತಿ ಹೇಳಬೇಕಾದ ಸಂದರ್ಭವಿದೆ. ಒಂದು ಗುಜರಾತ್, 2 ಪಶ್ಚಿಮ ಬಂಗಾಳ, 3 ಕಾಶ್ಮೀರ್. ಅಲ್ಲಿ ಕಷ್ಟಪಡುತ್ತಿರುವಂತಹ ಜನರಿಗೆ, ತೊಂದರೆಗೆ ಸಿಲುಕಿದಂತಹ ಜನರಿಗೆ ಸ್ಪಂದಿಸಿದಂತಹ ಮನಸ್ಸು ಕಾಂದಪುರಂ AP ಉಸ್ತಾದರದ್ದಾಗಿತ್ತು. ಗುಜರಾತಿನಲ್ಲಿ ಜನರು ಕಷ್ಟಪಡುತ್ತಿರುವಂತಹ ವೇಳೆ ಅಲ್ಲಿ ಸ್ಪಂದಿಸಿ ಅವರಿಗೆ ಶುದ್ಧ ಜಲ ನೀಡುವ ಮೂಲಕ, ಸಾವಿರಾರು ಕೊಳವೆ ಬಾವಿಯನ್ನು ತೋಡಿಸುವ ಮೂಲಕ ಅವರಿಗೆ ನೀರು ನೀಡಿ ಸಾಂತ್ವನ ನೀಡಿದ್ದು ಕಾಂತಪುರಂ AP ಉಸ್ತಾದ್. ಶಿಕ್ಷಣಕ್ಕೆ ಮಹತ್ವ ನೀಡಿ ಶಾಲಾ ಎಜುಕೇಷನ್ ಮೂಲಕ ಪಶ್ಚಿಮ ಬಂಗಾಲ್ನಲ್ಲಿ ಕ್ರಾಂತಿಯನ್ನು ಸೃಷ್ಟಿಸಿದರೆ, ಬಾಂಬ್ಗಳ ಮೊರೆತ ಮಾತ್ರ ಕೇಳುತ್ತಾ ಇದ್ದ ಕಾಶ್ಮೀರಿ ಮಕ್ಕಳನ್ನು ಅವರಿಗೆ ಸಾಮರಸ್ಯದ, ಸೌಹಾರ್ದದ, ಪ್ರೀತಿಯ ಬೆಸುಗೆಯನ್ನು, ಸಾಂತ್ವನದ ಮಾತನ್ನು ನೀಡುವ ಮೂಲಕ ವಿದ್ಯಾಭ್ಯಾಸದತ್ತ ಕರೆತಂದು ಅವರಿಗೆ ವಿದ್ಯೆಯನ್ನು ಉಣಬಡಿಸುವಂತಹ ಒಂದು ಪ್ರಯತ್ನಕ್ಕೆ ಕಾಂದಪುರಂ ಉಸ್ತಾದರು ಇಳಿದದ್ದು ಖಂಡಿತ ನಾವು ಮರೆಯುವಂತಿಲ್ಲ. ಅಸ್ಸಾಂ ಪ್ರಾಬ್ಲಮ್ ಸಮಸ್ಯೆ ತಲೆದೋರಿದಾಗ 20 ಕೋಟಿಯ ಐತಿಹಾಸಿಕ ಪದ್ಧತಿಯೊಂದಿಗೆ ಇಳಿದು ಕ್ರಿಯಾತ್ಮಕವಾಗಿ ಜನತೆಯೊಂದಿಗೆ ಸ್ಪಂದಿಸಿದಂತಹ ವ್ಯಕ್ತಿಯಾಗಿದೆ ಕಾಂದಪುರಂ AP ಉಸ್ತಾದರದ್ದು. ಮಾತು ನಿಲ್ಲಿಸುತ್ತೇನೆ. ಕೊನೆಯದಾಗಿ ಒಂದು ಮಾತು. ಕಾಂದಪುರಂ ಉಸ್ತಾದ್ ಅಂತ ಕೇಳುವಾಗ ಕೆಲವರು ಗೊತ್ತಿಲ್ಲದೆ ಏನೇನೋ ವಿರೋಧವನ್ನು ಒಂದು ವೇಳೆ ಮನದಲ್ಲಿ ನಾಲಿಗೆಯಲ್ಲಿ ಹೇಳೋರು ಇರ್ಬೋದು. ಒಂದು ಮಾತು ಬೇಡ. ಯಾರ ಕುರಿತು ಅತೃಪ್ತಿಯ ಮಾತು ನಮ್ಮಿಂದ ಹೊರಬರುವುದು ಬೇಡ. ನಾವು ಯಾವುದರ ಕುರಿತು ಅತೃಪ್ತಿಯನ್ನು, ಬೇಸರದ ಮಾತನ್ನು, ಬೇಡದ ಮಾತನ್ನು ಹೇಳುತ್ತೇವೋ ಅದು ಇನ್ನಷ್ಟು ಎತ್ತರಕ್ಕೆ ಏರುವುದೇ ಹೊರತು ಅಲ್ಲೇನು ಪಾತಾಳಕ್ಕೆ ಮುಟ್ಟುವುದಿಲ್ಲ. ಕಾಂದಪುರಂ AP ಉಸ್ತಾದರು ಒಮ್ಮೆ UAE ರಾಷ್ಟ್ರಕ್ಕೆ ತೆರಳಿದ್ದರು. ಮರ್ಕಜನ ಬೆಳವಣಿಗೆಗಾಗಿ, ಹಣ ಸಂಗ್ರಹಕ್ಕಾಗಿ. ಒಬ್ಬರು ಕಫೀಲ್ ಅರಬರ ಬಳಿ ತೆರಳಿದಾಗ ಅಲ್ಲೆಲ್ಲ ವಿಷಯವನ್ನು ಮಂಡಿಸಿ ಇಷ್ಟು ನೀವು ನೆರವು ನೀಡಬೇಕಂತ ಅವರಲ್ಲಿ ತೋಡಿಕೊಂಡಾಗ ಆ ಕಫೀಲ್ ಅದಕ್ಕೆಲ್ಲ ರೆಡಿಯಾಗ್ತಾ ಇರುತ್ತಿರುವ ವೇಳೆ ಯಾರೋ ಬಂದು ಕಿವಿಗೆ ಊದಿ ಹೇಳಿದರು, ಅಂತಹ ದೊಡ್ಡ ಕಟ್ಟಡ ಅಲ್ಲಿಲ್ಲ,
ಸಣ್ಣದು ಮಾತ್ರ ಇರುವುದಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಕೋಪ ಬಂತು ಈ ಅರಬ್ ಕಫೀಲ್ ವ್ಯಕ್ತಿಗೆ. ಅಲ್ಲಿ ಎ ಪಿ ಉಸ್ತಾದನ್ನು ಕುಳ್ಳಿರಿಸಿಕೊಂಡೇ ಮೆಲ್ಲನೆ ಬೇರೆ ಜನರನ್ನು ಇಂಡಿಯಾಕ್ಕೆ, ಕೇರಳಕ್ಕೆ, ಮರ್ಕಜಿಗೆ ಕಳಿಸಿ ನೋಡಿದಾಗ ಅದು ಉಂಟು ಹೌದು ಎಂದು ಎಲ್ಲವೂ ತಿಳಿದಾಗ ಎ ಪಿ ಉಸ್ತಾದರು ಆ ವೇಳೆ ಮಂಡಿಸಿದಂತಹ, ಯಾಚಿಸಿದಂತಹ ಎಷ್ಟು ಹಣವಿತ್ತೋ ಅದೆಲ್ಲವನ್ನು ಕೊಡುವುದರ ಜೊತೆಗೆ ಇವತ್ತು ನಾವು ಮರ್ಕಜ್ಗೆ ತೆರಳಿದರೆ ಕಾಣುತ್ತಿರುವಂತಹ ಚೌಕಾಕಾರದ ಕಟ್ಟಡ ಬೆನ್ನ ಹಿಂದೆ ತಲೆ ಎತ್ತಿ ನಿಂತಿರುವಂತಹ ಇಂಗ್ಲಿಷನ ಎಲ್ ಆಕೃತಿಯ 3 ಅಂತಸ್ತಿನ ಬೃಹದಾಕಾರದ 47 ಲಕ್ಷದ ಕಟ್ಟಡ ಉಚಿತವಾಗಿ ಸಿಕ್ಕಿದ್ದನ್ನು ನಾವೊಮ್ಮೆಯೂ ಮರೆಯುವಂತಿಲ್ಲ. ಆಕ್ಷೇಪ ಬೇಡ, ದೂರು ಬೇಡ. ಇನ್ಶಾ ಅಲ್ಲಾ ನಾವೆಲ್ಲ ಜೊತೆಯಾಗಿ ಸೇರೋಣ. ಅಲ್ಲಾಹು ಅನುಗ್ರಹಿಸಲಿ. ಈ ಮಹತ್ತರವಾದ ಸುನ್ನಿ ಸಮ್ಮೇಳನಕ್ಕೆ ನಾವು ಬಂದಿದ್ದೇವೆ. ಖಂಡಿತ ಎಲ್ಲವೂ ಮುಗಿದಾಗ ನಾವು ಮರಳಿ ಹೋಗುತ್ತೇವೆ. ಒಂದು ಮಾತು ನೆನಪಿರಲಿ, ಸುನ್ನಿಯಾಗಿ ನಾವಿರಬೇಕು, ಸುನ್ನಿಯಾಗಿ ನಮ್ಮ ಬದುಕು ಸವಿಯಬೇಕು, ಸುನ್ನಿಯಾಗಿ ನಾವು ಮರಣ ಹೊಂದಬೇಕು. ಪುಟ್ಟ ಮಕ್ಕಳೆಲ್ಲರೂ ಕೂಡ SBS ನವರಾಗಬೇಕು. ವಿದ್ಯಾರ್ಥಿ ಯುವ ಜನರೆಲ್ಲರೂ ಕೂಡ 38ರ ಕೆಳಗಿನವರು SSFನವರಾಗಬೇಕು. 38ರ ಮೇಲೆ ಎಷ್ಟು ವಯಸ್ಸಾದರೂ ಕೂಡ SYSನ ಮೆಂಬರ್ ಆಗಿರಬೇಕು. MA ಉಸ್ತಾದ್ 100 ವಯಸ್ಸಿನ ಸಮೀಪ ಬರುತ್ತಿರುವಂತಹ ವೇಳೆ ಇತ್ತೀಚೆಗೆ SYSನ ಮೆಂಬರ್ಶಿಪ್ ಅಭಿಯಾನ ಬಂದಾಗ ಕೇಳಿ ಪಡೆದುಕೊಂಡದ್ದು ಅವರ ನೋಟಿಸ್ ಅಂಟಿಸಲೋಸ್ಕರ ಅಲ್ಲ, ಪ್ಲಸ್ ಬೋರ್ಡ್ ಕಟ್ಟಿಸಲೋಸ್ಕರ ಅಲ್ಲ, ಬದಲು ಪರಲೋಕದಲ್ಲಿ ವಿಜಯವನ್ನು ಸಾಧಿಸಬೇಕು ಅನ್ನುವ ಮಹಾ ಹಂಬಲವರೆಗಿರುವ ಕಾರಣ ಇನ್ಶಾ ಅಲ್ಲಾ ಆ MA ಉಸ್ತಾದರು ಸಂಘಟನೆಗಾಗಿ, ಸಮುದಾಯಕ್ಕಾಗಿ, ಶಿಕ್ಷಣ ಸಮುಚ್ಚಯಗಾಗಿ ತನ್ನ ಜೀವನದ ಬಹುಪಾಲು ಅಂಶವನ್ನು, ನಿಮಿಷವನ್ನು ಅದಕ್ಕಾಗಿ ಮೀಸಲಿರಿಸಿದ್ದರೆ ಒಂದು ಸಂಘಟನೆಯ ಸದಸ್ಯರನ್ನಾಗಿಯಾದರೂ ಕೂಡ ಇನ್ಶಾ ಅಲ್ಲಾ ಸುನ್ನ ಜಮಾತರ ಬೆಳವಣಿಗೆಗಾಗಿ ನಾವು ಇರೋಣ, ದುಡಿಯೋಣ. ಅದಕ್ಕಾಗಿ ನಾವು ನಿರಂತರವಾಗಿ ಪ್ರಯತ್ನಿಸೋಣ. ಅಲ್ ಅನ್ಸಾರ್, ಮೈಲಾಂಜಿ, ಇಶಾರಾ, ಸುನ್ನತಿ, ಸುನ್ನ ಜಮಾತರ ಪತ್ರಿಕೆಗಳಿಗೆ ನಾವು ಚಂದಾದಾರರಾಗಿ ನಾವು ಓದೋಣ, ಓದಿಸೋಣ. ಎಲ್ಲ ರೀತಿಯ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಂ ಲಿಮಿಸ್ಲಿ ಹಾದಾ ಫಲ್ಯಅಮಲಿಲ್ ಆಮಿಲೂನ್ ಅನ್ನುವ ಪವಿತ್ರ ಪುಣ್ಯ ವಾಕ್ಯವನ್ನು ಮತ್ತೊಮ್ಮೆ ಉಚ್ಚರಿಸಿ ಈ ಪುಣ್ಯ ಸಮಾರಂಭವನ್ನು ಉದ್ಘಾಟನೆ ಮಾಡಿದ್ದಾಗಿ ಮತ್ತೊಮ್ಮೆ ಘೋಷಿಸುತ್ತಾ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. റബ്ബേ ളാലിമിൻ്റെ ളുൽമിനെ തൊടുക്കാത്ത രക്ഷിക്കണം റഹ്മാനെ, ളാലിമിൻ്റെ ളുൽമിനെ തൊടുക്കാത്ത രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ആഖിറുസ്സമാന്റെ ഫിത്നകളെ തൊടുക്കാത്ത രക്ഷിക്കണം റഹ്മാനെ. ഏതെല്ലാം എന്തെല്ലാം നിലയുള്ള ഫിത്നകളാണ് ഇവിടെ നടക്കുന്നത് റബ്ബേ. എല്ലാ ഫിത്നകളെ തൊട്ടും ഞങ്ങളെ നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരും കുടുംബക്കാരെയും നബിൻ്റെ ഉമ്മത്തിമാരെയും ഖിയാമത്ത് നാൾ വരെ നീ പെടുത്തണം റഹ്മാനേ. എല്ലാ ഗ്രാമങ്ങളും, എല്ലാ മഹല്ലുകളിലും, എല്ലാ പട്ടണങ്ങളിലും, എല്ലാ ജമാഅത്തും അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണം റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണം റഹ്മാനെ. റബ്ബിൻ്റെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് ഒരു കോട്ടം നീ വരുത്തല്ല റഹ്മാനെ, ഒരു കോട്ടം നീ വരുത്തല്ല റഹ്മാനെ. റബ്ബി അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് ആര് എതിർവർത്തിക്കുന്നുവോ അവരെ നീ നേർവയിലാക്കണം റഹ്മാനെ, അവരെ നീ നേർവയിലാക്കണം റഹ്മാനെ. എല്ലാ എങ്കിൽ അവരെ ഷർണത്തോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബി അവരെ ഷർണത്തോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കൽബിയിലടിച്ച കൽബാണ്, ദോഷം കൊണ്ട് പെയ്ത കൽബാണ്, ഫിത്നയും ഫസാദും ഹസദും കിബ്റും എല്ലാം ഉള്ള കൽബാണ് റബ്ബേ. ദിക്ർ കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ശരീഫ് കൊണ്ടും ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ. നിന്റെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരുടെയും കൽബ് നീ ശുദ്ധീകരിച്ച് തരണം റഹ്മാനെ, നീ പ്രകാശിപ്പിച്ച് തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കൽബ് ആഖിറത്തോടുള്ള കൽബാക്കണം റഹ്മാനെ. ദുനിയാവിൻ്റെ ഐശ്വര്യത്തോടുകൂടി നടക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ തഖ്വ കൊണ്ട് നിറക്കണം റഹ്മാനെ. റബ്ബേ ഒന്നിനും നിന്നിൽ വിശ്വാസമില്ലാത്ത, ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഇബ്ലീസിൻ്റെ ഒരു കൽബ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. റബ്ബേ നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും വേണ്ടാത്ത എല്ലാ തോന്നിച്ചുകളെ തൊട്ടും ഞങ്ങളെ കൽബും ശരീരം നീ സലാമത്താക്കി തരണം റഹ്മാനെ.
റബ്ബിൻ്റെ ഇബാദത്ത് ചെയ്യാനുള്ള ലസ്സത്ത് ഞങ്ങളെ കൽബിനും ശരീരത്തിൽ നീ തരണം റഹ്മാനെ. റബ്ബി ഇബാദത്തിനോടുള്ള തടിമീഴ്ച ഞങ്ങളെ കൽബിനോ ശരീരത്തിനോ നീ തരല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ നാവ് ദിക്ർ ചെല്ലുന്ന വാക്കണം റഹ്മാനെ. സലാത്ത് ചെല്ലുന്ന വാക്കണം റഹ്മാനെ. ഖുർആൻ ശരീഫ് ഓതുന്ന വാക്കണം റഹ്മാനെ. വേണ്ടാത്ത വടക്കത്തരം പറയുന്ന തുടങ്ങണ നാവ് നീ ബലങ്ങളും റഹ്മാനെ. ആനായ റബ്ബേ പട്ടിണി കിടന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങളിൽ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാരെയോ ഞങ്ങളെ കുടുംബക്കാരെയോ എൻ്റെ ഉമ്മത്തിമാരെയോ നീ ആക്കല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബേ പട്ടിണി കിടന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ആരെയും നീ പെടുത്തല്ല റഹ്മാനെ. നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ശിഫിയാക്കുന്നവൻ. രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാം ഞങ്ങൾക്ക് തരുന്ന റബ്ബേ. അതുപോലെ ക്ഷമിക്കാനുള്ള ക്ഷമ ഞങ്ങളിലില്ല റബ്ബേ. ക്ഷമിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. പോരാതോടുകൂടി ഞങ്ങളെ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. റബ്ബേ മജ്ലിസ് ഉള്ളവരും ഇല്ലാത്തവരെ എല്ലാ ലാഹിറും ബാത്റൂമായ രോഗം ശിഫ തരണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും തൊട്ടും മാരകരോഗത്തോട്ടും ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ കടം കൊണ്ട് വരഞ്ഞവരുണ്ട്, കടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ. കടത്തോടുകൂടി ഞങ്ങളെ മേരിപ്പിക്കല്ല റഹ്മാനെ. കടം ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യാം റഹ്മാനെ. റബ്ബേ എത്രയോ കടം കൊണ്ട് വരഞ്ഞവരുണ്ട്, കടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ. എത്രയോ കടം കൊടുത്തവരും തിരിക്കാത്തവരുമുണ്ട്. ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബേ. തിരിച്ചു കൊടുക്കാനുള്ള ഒരു സൽമൻസവയ്ക്ക് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങളെ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും ഈ ലാഹിറും ബാത്റൂമായ രോഗം ശിഫ തരണം റഹ്മാനെ. റബ്ബേ എത്രയോ ദുആർക്കാൻ ഏൽപ്പിച്ചവരെന്നാണ്ട് അവരെ വീട് അവരെ പേരെല്ലാം നിനക്കറിയാം, എനിക്കറിയില്ല റബ്ബേ. അവരെല്ലാം ഹലാല ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഈ നാട്ടിലും തൊട്ടുകിടക്കുന്ന നാടുകളും ഞങ്ങൾ ഓരോരുത്തരുടെ നാടുകളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വീടിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മക്കളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാ നൽകാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. കൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളണം. രക്ഷപ്പെടണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അത് തന്നെ മുറിയെ പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുകയാണ്, നിങ്ങൾ മക്കളെ രാഷ്ട്രീയത്തിൽ ചേർന്നതുകൊണ്ട് ഇവിടെ ദീൻ മക്കളെ രക്ഷപ്പെടൂല കേട്ടോ. ഖബർ രക്ഷപ്പെടൂല കേട്ടോ. മഹ്ശറ രക്ഷപ്പെടൂല കേട്ടോ. എല്ലാം നരകമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊള്ളുക. അവരവരെ നഫ്സ് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറുകെ പിടിക്കേണ്ടതുണ്ട് കേട്ടോ. റബ്ബി ആ കൂട്ടത്തിൽ ഞങ്ങളെ ചെറുപ്പക്കാർ നീ പെടുത്തണം റഹ്മാനെ. റബ്ബി ഞങ്ങളെ ഉമ്മൂങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഈ ബാധത്ത് കുറഞ്ഞവരാണ്. അവരെ ഭർത്താക്കന്മാർക്ക് വല്ല എതിരും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാഫാക്കി കൊടുക്കണം റഹ്മാനെ. 6-7 ವರ್ಷಗಳ ಮುಂಚೆ ಸಾಚಾರ್ ವರದಿ ಭಾರತದ ಮುಂದೆ, ಭಾರತದ ಪಾರ್ಲಿಮೆಂಟ್ನ ಮುಂದೆ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಉಮನ್ಯರಾದ ಸುನ್ನಿ ಕಾರ್ಯಕರ್ತರಿಗೆ ಆವೇಶ ನಾಯಕರಾದಂತಹ ಮಲ್ಜೈ ತಂಗಲ್ರವರು ನಮ್ಮ ವೇದಿಕೆಗೆ ಆಗಮಿಸ್ತಾ ಇದ್ದಾರೆ. ಒಂದು ಕ್ರಾಂತಿಕಾರಿ ಹೆಜ್ಜೆ ಎಂದು ಹೇಳಿದರೆ ತಪ್ಪಾಗಲಾರದು. 2006ರಲ್ಲಿ ಸಾಚಾರ್ ವರದಿ ಬಂತು. VP ಸಿಂಗ್ರವರ ಸರ್ಕಾರದಲ್ಲಿ ಮಂಡಲ್ ವರದಿಯನ್ನು ಇಲ್ಲಿ ಸರ್ಕಾರಕ್ಕೆ ಒಪ್ಪಿಸಲಾಯಿತು. ಈ ಮಂಡಲ್ ವರದಿ ಮತ್ತು ಸಾಚಾರ್ ವರದಿ ಬರುವುದಕ್ಕಿಂತ 30 ವರ್ಷಗಳ ಮುಂಚೆಯೇ ನಮ್ಮ ನಾಯಕರಾದಂತಹ ಶೈಖುನಾ ಕಮರುಲ್ ಉಲಮಾ, ಶೈಖುನಾ ನೂರುಲ್ ಉಲಮಾರಂಥ ನಾಯಕರು ಇಲ್ಲಿ ಮುಸಲ್ಮಾನರಿಗೆ ಭವಿಷ್ಯ ಇರಬೇಕಾದರೆ,
ಮುಸ್ಲಿಂ ಸಮುದಾಯದ ಅಭಿವೃದ್ಧಿ ನಾವು ಕಾಣಬೇಕಾದರೆ ಅವರು ಧಾರ್ಮಿಕ ಮತ್ತು ಲೌಕಿಕ ಸಮನ್ವಯ ವಿದ್ಯಾಭ್ಯಾಸದ ಅಗತ್ಯವಿದೆ ಎಂದು ಮನಗಂಡು ಮರ್ಕಜು ಸಕಾಫತಿ ಸುನ್ನಿಯ ಜಾಮಿಯಾ ಸನದಿಯಾದಂತಹ ವಿಶ್ವೋತ್ತರವಾದಂತಹ ವಿದ್ಯಾಸಂಸ್ಥೆಯನ್ನು ಅವರು ಕಟ್ಟಿ ಬೆಳೆಸಿದರು. ಇವತ್ತು ಸಾವಿರಾರು ಮಕ್ಕಳು ಅದನ್ನು ಕಲಿಯುತ್ತಾ ಇದ್ದಾರೆ. ಇವತ್ತು ಕೆಲವು ನಮ್ಮ ರಾಜಕೀಯ ನಾಯಕರು ಮೊಸಳೆ ಕಣ್ಣೀರು ಸುರಿಸುತ್ತಾ ಇದ್ದಾರೆ. ಮುಸ್ಲಿಂ ನಾಯಕರು, ಮುಸ್ಲಿಂ ವಿದ್ಯಾರ್ಥಿಗಳು ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ತುಂಬಾ ಹಿಂದೆ ಇದ್ದಾರೆ ಎಂಬ ಒಂದು ಮೊಸಳೆ ಕಣ್ಣೀರನ್ನು ಸುರಿಸುವಂತಹ ನಾಯಕರಿಗೆ ಎಷ್ಟೋ ವರ್ಷಗಳ ಮುಂಚೆಯೇ ಮರ್ಕಜು ಸಕಾಫತಿ ಸುನ್ನಿಯ ಹಾಗೂ ಜಾಮಿಯಾ ಸೌದಿ ಅರೇಬಿಯಾ ಮುಂತಾದ ಹಲವಾರು ವಿದ್ಯಾಸಂಸ್ಥೆಯನ್ನು ರಚಿಸಿ ವಿದ್ಯಾಸಂಸ್ಥೆಯನ್ನು ಸೃಷ್ಟಿ ಮಾಡಿ ಇವತ್ತು ಸಮುದಾಯಕ್ಕೆ ದಾರಿ ಎಳೆದಿದ್ದಾರೆ. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ഓരോ സെക്കൻഡിലും ആയിരക്കണക്കായ ഭൗമവസ്തുക്കളോട് കടപ്പെട്ടാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൗമലോകത്തിൻ്റെ നിലനിൽപ്പ് മനുഷ്യൻ്റെ കൂടി നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ വിശാലമായ പ്രാപഞ്ചിക ഘടകങ്ങളിൽ ഒന്നിനുപോലും ആഘാതമേൽപ്പിക്കാതെ വേണം മനുഷ്യൻ ഭൂമിലോകത്ത് ജീവിക്കാൻ. എങ്ങനെ മനുഷ്യനിത് സാധിക്കും എന്ന ചോദ്യത്തിൻ്റെ മറുപടി പരിമിതനായ മനുഷ്യൻ്റെ ബുദ്ധിപരമായ വീക്ഷണം കൊണ്ട് സാധ്യമാവാതെ വരുമ്പോൾ മനുഷ്യനെ കൂടി സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുക എന്നതു മാത്രമാണ്. ഭൗമലോകത്ത് സുഖകരമായി ജീവിക്കുവാൻ, മരണാനന്തര ലോകത്ത് സന്തുഷ്ടമായി മുന്നോട്ടു പോകുവാൻ എന്തു വഴി മനുഷ്യൻ സ്വീകരിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തി മനുഷ്യനു നൽകിയ പ്രപഞ്ചനാഥൻ്റെ ജീവിത വ്യവസ്ഥിതിയാണ് മതം എന്ന് പറയുന്നത്. ശാസ്ത്രത്തെയും ആത്മീയതയെയും ജീവിതത്തെയും മരണത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മതത്തിൻ്റെ ഗമനം തീർച്ചയായും രാജ്യത്ത് പുരോഗതിയും വളർച്ചയും സമാധാനവും കാഴ്ചവെച്ചിട്ടുണ്ട്. മതം എവിടെ അവസാനിച്ചുവോ അവിടെയൊക്കെയും അപകടങ്ങൾ പതിയിരിക്കുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ സുഖകരമായ ജീവിതത്തിനാവശ്യമായ നിർദ്ദേശങ്ങളുടെ സംഹിതയായ വിശുദ്ധ മതത്തെ ഭൗമലോകത്ത് ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ച മഹാമനുഷ്യരാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. പ്രഥമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം മുതൽ 1,24,000 വരുന്ന പ്രവാചകന്മാർ മുഴുവനും ഭൗമലോകത്ത് മനുഷ്യന്റെ സുഖകരമായ ജീവിതത്തെയും മരണാനന്തര ലോകത്തെ സുഭിക്ഷമായ ജീവിതത്തെയും കരുപ്പിടിപ്പിക്കുന്നതിന് നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗമേതെന്ന് പഠിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പ്രഥമ മനുഷ്യരിൽ നിന്ന് ആരംഭിച്ച് 1,24,000 വരുന്ന പ്രവാചകന്മാർ ലോകത്ത് പ്രബോധനം ചെയ്ത വിശുദ്ധ ഇസ്ലാമിനെ ഇന്നത്തോടെ ഞാൻ പൂർത്തിയാക്കുകയാണ്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഈ പ്രബോധനത്തിന് വേണ്ടി ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്ന പ്രഖ്യാപനം 1400 കൊല്ലങ്ങൾക്കപ്പുറം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, മനുഷ്യവാസം അവസാനിക്കുന്നില്ലല്ലോ. മനുഷ്യനെങ്ങനെ ഭൂമിയിൽ ജീവിക്കണമെന്ന് പ്രായോഗിക രംഗത്ത് പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകർ അവസാനിപ്പിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള സമൂഹത്തിന് ദിശാബോധം നൽകാൻ എന്താണ് വഴിയിരിക്കുന്നത്? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യത്തെ തീർച്ചയായും മറുപടി നൽകി. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കളാണ് അംബിയാക്കളുടെ അനന്തരാവകാശികൾ. ഭൗമലോകത്തു മനുഷ്യന്റെ സുഖകരമായ ജീവിതത്തിന്റെ ദിശാബോധവുമായി സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരിക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഇനി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും പണ്ഡിതന്മാരാണ്. 4 ഖുലഫാഉർ റാഷിദുകൾ മഹാരഥന്മാർ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. 4 മദ്ഹബിന്റെ ഇമാമുകൾ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. കാലാന്തരങ്ങളിൽ കടന്നു വന്ന മുഴുവൻ പണ്ഡിതന്മാരും ഈ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ലോക പ്രശസ്ത പണ്ഡിതനും ഗുരുവര്യരുമായി ഇമാമുന ശാഫിഈ
ഇമാമുൽ ഷാഫിഈ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അന്തരാളത്തിൽ കടന്നു വരുന്നത് പ്രപഞ്ചാവസാനം വരെ വരാനിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കൃത്യമായി വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധി പഠിപ്പിക്കുവാൻ ഭൗമലോകത്ത് അള്ളാഹു തെരഞ്ഞെടുത്ത മഹാമനീഷ എന്നാണെങ്കിൽ, അതേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് പടച്ചട്ടയണിഞ്ഞ പട്ടാള തലവനായിരുന്നു എന്ന് നാം തിരിച്ചറിയുക. ഒരു ദിവസം ഒരു ഖത്തം ഖുർആൻ ഓതി തീർക്കുന്ന ആത്മീയ ഗുരുവായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതേ സമയത്തു തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് ആരോപിക്കപ്പെട്ട് ജയിലറയിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ദാരുണമായ രംഗക്ക് സാക്ഷ്യം വഹിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ആരാണൊരു പണ്ഡിതൻ, എന്താണ് ഒരു പണ്ഡിതന്റെ ദൗത്യം? അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വരച്ചു കാണിക്കുന്നുണ്ട്. ആലിം ഖുറൈശിൻ തംലഉൽ അർള ഇൽമ, ഭൂമി മുഴുവനും ഇൽമ കൊണ്ട് നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ അല്ലാഹുവിന്റെ ഹബീബ് സൂചന നൽകിയ അതേ മഹാമനീഷ്യ ലോകത്ത് എന്തൊക്കെ നിർവഹിച്ചു എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാം, ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്തമായ ധാരാളം തിസീസുകൾ ലോകത്തിന് സമർപ്പിച്ച ബുദ്ധിജീവിയാണ്. ശാസ്ത്രജ്ഞനും ചിന്തകനും ബുദ്ധിജീവിയുമായി അറിയപ്പെട്ട അസ്സാലി ഇമാം ജീവിതാവസാനത്തിൽ തന്റെ മാസ്റ്റർ പീസായ ഇഹ്യാ ഉലൂമിലൂടെ ആത്മീയതയുടെ ഗോപുരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയായിരുന്നു. മതത്തെയും ശാസ്ത്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ചുകൊണ്ട് ഭൗമലോകത്തെ മനുഷ്യന്റെ സുഭിക്ഷമായ ജീവിതത്തിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ചു വന്നു. ആ വലിയ ഉത്തരവാദിത്വത്തിന്റെ പിന്നിൽ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിലനിന്നിരുന്നു. നിങ്ങൾക്കറിയുമോ, 1300 വർഷത്തെ ഇസ്ലാമിക പാരമ്പര്യം, മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ശിഷ്യന്മാരായ സ്വഹാബികളിൽ നിന്ന് നേരിട്ട് വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഇന്ത്യക്ക് 1400-ലേറെ വർഷത്തെ പാരമ്പര്യമുണ്ട്. ആ 1400 വർഷത്തെ പാരമ്പര്യമുള്ള മുസ്ലിം ഇന്ത്യയിൽ 1300 വർഷക്കാലം തികച്ചും സന്തോഷത്തിൻ്റെതാണ്, തികച്ചും അഭിമാനത്തിൻ്റെതാണ്. സമ്മേളനങ്ങളും കൊടികളും സംഘടനകളും വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും സംവാദങ്ങളും മുഖാമുഖങ്ങളും ഇല്ലാത്ത സഹിഷ്ണുതയും സ്നേഹവും കാരുണ്യവും ഐക്യവും മാത്രം ലോകത്തിന് സമ്മാനിച്ച ദീർഘമായ 1300 വർഷത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നോക്കി ജനലക്ഷങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മലയാളിയുടെ പ്രിയപ്പെട്ട കവി ഓർമ്മപ്പെടുത്തിയതുപോലെ, കണ്ടുകൂടാത്തവർ തൊട്ടുകൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തൊരിങ്ങനെ പൊട്ടല്ലോ ജാതിക്കോമരങ്ങൾ. സ്വയം മതത്തിനകത്ത് നിലനിൽക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോ രാജ്യത്തിലെ അടിസ്ഥാന വർഗങ്ങൾ വിമോചനത്തിന്റെ മാനിഫെസ്റ്റോയായി വിശുദ്ധ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞു. ഇസ്ലാമിന്റെ സ്നേഹവും സഹിഷ്ണുതയും സൗഹാർദ്ദവും കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ലക്ഷോപിലക്ഷം വരുന്ന മലയാളികളും കർണാടകക്കാരും തമിഴരുമാകുന്ന ഇന്ത്യൻ ജനത വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ അഭിമാനപൂർവ്വം കടന്നു വരുന്ന ആനന്ദത്തിന്റെ രംഗമാണ് 1300 വർഷത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ കാണുന്നതെങ്കിൽ, ഇസ്ലാമിന്റെ ശക്തമായ വളർച്ച സ്വാഭാവികമായും ഇസ്ലാമിക വിരുദ്ധ ചേരിയുടെ ഉറക്കം കെടുത്തി. അവർ ആലോചിച്ചു, ആദർശപരമായി ആശയപരമായി തിസീസുകൾ വെച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. സായുധ മുന്നേറ്റത്തിലൂടെ എന്നൊക്കെ ഇസ്ലാമിന് നേരെ കടന്നാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ ആക്രമണങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ വളർച്ചക്കും വികാസത്തിനും മാത്രമേ ഗുണം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ ഇസ്ലാമിന്റെ സൗന്ദര്യവത്തായ മുഖം ലോകത്ത് പ്രദർശിപ്പിക്കപ്പെടാത്തൊരവസ്ഥാവിശേഷം രൂപപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇസ്ലാമിന്റെ ചുറ്റുഭാഗത്തും ഡ്യൂപ്ലിക്കേറ്റുകൾ നിരത്തിവെച്ച് ഏതാണ് ഇസ്ലാം എന്ന് രാജ്യത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാക്കണമെന്ന് തീർച്ചയായും ഇസ്ലാമിക വിരുദ്ധ ചേരി കണക്കുകൂട്ടി. അതിന്റെ പരിണിതിയാണ് നമ്മുടെ രാജ്യത്ത് കടന്നു വന്ന മനുഷ്യത്വരഹിത പ്രസ്ഥാനങ്ങൾ മുഴുവനും. അവർക്ക് ഈ രാജ്യത്ത് ആവശ്യമുണ്ടായിരുന്നത് ഇസ്ലാമില്ലാത്ത ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു. ഇസ്ലാമില്ലാത്ത ഇന്ത്യയെ സൃഷ്ടിക്കുക വഴി ഇസ്ലാമിക സമൂഹത്തിന് നേരെ കടന്നാക്രമിക്കുവാനുള്ള അവസരങ്ങൾ
ഇസ്ലാമിക വിരുദ്ധ ചേരിക്ക് ഒരുക്കി കൊടുക്കുക എന്നായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയാം, ലോക ഇസ്ലാമിക സമൂഹം പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളെ മുഴുവനും വളരെ കൃത്യമായി ചോദ്യം ചെയ്യാൻ അവർ ധൈര്യം കാണിച്ചു. ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേന അംഗീകരിച്ചു വരുന്ന ആത്മീയ പുരുഷന്മാരെ കടന്നാക്രമിക്കാൻ അവർ മനോധൈര്യം കാണിച്ചു. ലോക പ്രശസ്തരായ ഗുരുവര്യന്മാർ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ, ആ മഹാമനീഷിയെ വിളിച്ച് ഷെയ്ഖ് മുഹ്യിദ്ദീൻ എന്നതിന് പകരം ഷെയ്ഖ് മുഹ്യിദ്ദീൻ ശാപ്പാട് വർദ്ധിപ്പിച്ച വ്യക്തിത്വം എന്നാണ് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത്. രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക നേതൃത്വങ്ങളെ കാലാകാലങ്ങളിൽ കടന്നു വന്ന 1300 വർഷത്തെ നിരാക്ഷേപം അംഗീകരിച്ചു വരുന്ന പണ്ഡിത നേതൃത്വത്തെ, ആത്മീയ ഗുരുക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ പൂർണ്ണമായും കാഫിറുകളും മുശ്രിക്കുകളും മതവിരോധികളുമായി വളരെ കൃത്യമായി ചിത്രീകരിച്ചു. അതിന്റെ പരിണിതി എന്തായിരുന്നു നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്? രാജ്യത്തിലെ സാധാരണക്കാർ ഗൗരവതരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവോ? നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഐക്യം രൂപപ്പെട്ടു വന്നുവോ? നമ്മുടെ രാജ്യത്ത് സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഒരുമയിലേക്ക് വന്നുവോ? ഈ സമുദായത്തിന് എന്തെങ്കിലും പുരോഗതി നേടിയെടുക്കാൻ ഈ വിഭാഗത്തിന്റെ കുൽസിതമായ ശ്രമങ്ങൾക്ക് സാധിച്ചുവോ? ഇല്ല. എല്ലാ ഗ്രാമങ്ങളിലും കുഴപ്പങ്ങളായി, എല്ലാ വീടുകളിലും പ്രശ്നങ്ങളായി, എല്ലാ പ്രദേശങ്ങളിലും സംഘർഷങ്ങളായി. ഒരു മരണ വീട്ടിൽ അഭിവന്ദരായ ഗുരുവര്യർ കടന്നു വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിതുമ്പുന്ന മനസ്സുമായി നിൽക്കുന്ന കുടുംബാംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന നിമിഷം മനമൊരുകി റബ്ബിനോട് മനസ്സുപൊട്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമ്പോ ആ മരണ വീട്ടിൽ ആ പ്രാർത്ഥനയോട് സംഘർഷത്തിന് കളമൊരുക്കാൻ ഉപയുക്തമായ രൂപത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വഴി ആ മരണ വീട് ഒരു സംഘർഷ ഭൂമിയായി മാറി. ഒരു വിവാഹ സദ്യയുടെ സന്തോഷത്തിന്റെ നിമിഷം അള്ളാഹുവിനെ ഓർക്കേണ്ടതിന്റെ ഗൗരവം മനസ്സിലാക്കി പണ്ഡിത ലോകം മുഴുവനും ഒരു പുതുമണവാളൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഫാത്തിഹ വിളിച്ചു നടത്തുമ്പോ ആ വിവാഹ സദ്യയുടെ വേദികൾ സംഘർഷത്തിന്റെയും മനപ്പൊരുത്തമില്ലായ്മയുടെയും വേദികളാക്കി മാറ്റി. രാജ്യത്ത് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സകല മേഖലകളും സംഘർഷത്തിന്റെ ഭൂമികളാക്കി മാറ്റിയെന്നു മാത്രമല്ല, അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ കൃത്യമായി പരിഹസിക്കുവാനും അപഹസിക്കുവാനും ഒരു തയ്യാറായി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന വിശുദ്ധമായ ധാരാളം ജാറങ്ങൾ വളരെ പരസ്യമായി പൊളിച്ചു മാറ്റിയിട്ട് വിഗ്രഹധ്വംസനം നടത്തിയെന്ന് അഭിമാനപൂർവ്വം രേഖപ്പെടുത്തുക വഴി ഹൈന്ദവ സഹോദരങ്ങളുടെ വികാരത്തെ വിണപ്പെടുത്തുവാനും അവരെ പ്രകോപിപ്പിക്കുവാനും ഈ രാജ്യത്ത് ഇസ്ലാമിക വിരുദ്ധ ചേരികൾ തയ്യാറായി. ഇസ്ലാമിക ഉമ്മത്ത് ലോകത്ത് മുഴുവനും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും വാക്താക്കളായി 1300 വർഷക്കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ സംഘർഷത്തിന്റെ മേഖലയായി, കണ്ടുകൂടായ്മയുടെ മേഖലയായി, കുഴപ്പവും പ്രശ്നവുമുള്ള ഒരു ജനവിഭാഗമായി ഈ സമുദായത്തെ മാറ്റിയെടുക്കാൻ ഈ വിശുദ്ധമായ ഇസ്ലാമിക വിരുദ്ധ ചേരി ആ വിശുദ്ധമായ ഇസ്ലാമിന് നേരെ കടന്നാക്രമണത്തിന്റെ ഭാഷയിൽ മുന്നോട്ട് വന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന പണ്ഡിതന്മാർ വളരെ ഗുരുതരമായി ഈ വിഷയം പരിഗണിക്കേണ്ടി വന്നിരുന്നു. മറുഭാഗത്ത് പാവപ്പെട്ട ഒരു സമുദായം, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തെ തീർച്ചയായും ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഈ സമുദായ നേതൃത്വത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വേറെ ഒരു ഭാഗത്ത് പാവപ്പെട്ട ഈ സമുദായത്തിന് നിലനിൽക്കുവാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന അതിദാരുണമായ ഒരവസ്ഥാവിശേഷത്തിൽ സ്വതന്ത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യത രാജ്യത്തിലെ പണ്ഡിത സമൂഹത്തിനുണ്ടായിരുന്നു. ആ ദൗത്യ നിർവഹണമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഇസ്ലാമിക ലോകത്തിന് മുന്നിൽ പണ്ഡിത നേതൃത്വം ഭംഗിയായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തുടക്കം കുറിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊച്ചു കേരളമാണ്. ആ കേരളക്കരയിലെ പണ്ഡിതന്മാരാണെങ്കിലും കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് 16 രാഷ്ട്രങ്ങളിലും വ്യവസ്ഥാപിതമായ പ്രബോധന സംവിധാനവും ഇസ്ലാമിക കൂട്ടായ്മയുമായി ഈ സംഘശക്തി അൽഹംദുലില്ലാഹ് വളർന്ന് പന്തലിച്ച് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ ഈ സമയത്ത് വളരെ വേദനാപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ലോക ഇസ്ലാമിക ഉമ്മത്ത് വളരെ ദാരുണമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇസ്ലാമിക ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീതിതമായ അവസ്ഥാവിശേഷത്തിന് കൃത്യമായി പരിഹാരം നൽകണമെങ്കിൽ ഇസ്ലാമിക നവജാഗരണത്തിന്റെ പുതിയ കൂട്ടായ്മകൾ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലോക ഇസ്ലാമിക ഉമ്മത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള വളരെ ശ്രമകരമായ ബാധ്യത കൂടി നിർവഹിക്കാൻ നമ്മുടെ പണ്ഡിത നേതൃത്വം ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ മുസ്ലിം ഇന്ത്യക്ക് നഷ്ടപ്പെട്ട സമാധാനവും സഹിഷ്ണുതയും ഐക്യവും തിരിച്ചു കൊണ്ടുവരാൻ 1300 വർഷത്തെ അഭിമാനകരമായ സന്തോഷകരമായ സൗഹൃദത്തിന്റെ ജീവിത പദ്ധതിയിലേക്ക്, ജീവിത അവസ്ഥയിലേക്ക് രാജ്യത്തിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വത്തോടുകൂടിയാണ് പണ്ഡിത സമൂഹം നമ്മുടെ രാജ്യത്ത് സംഘടിച്ചത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പോരാട്ടത്തിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായി ഇസ്ലാമിക നിർമ്മത്തിനെ പൂർണ്ണമായും 1300 വർഷത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിലെ സൗന്ദര്യവത്തായ ലോകത്തേക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനൊന്നുകൂടി പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ധാരാളം സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യക്കാരനായ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഞാൻ പിടിക്കപ്പെടുക, ആക്രമിക്കപ്പെടുക എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. എവിടെ നോക്കിയാലും സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിഭീതിതമായ അവസ്ഥാവിശേഷത്തിലൂടെ രാജ്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കേവലം 5000 രൂപയുണ്ടെങ്കിൽ ഒരു പതിയോയെ തട്ടിക്കളയാൻ ഉപയുക്തമായ ധാരാളം കൊട്ടേഷൻ സംഘങ്ങൾ രാജ്യത്ത് ഊരുചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടി നേരത്തെ തന്റെ സുരക്ഷിതത്വം തേടി തന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്നുവെങ്കിൽ ആ വീട്ടിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട പിതാവിനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ദാരുണമായ ചിത്രത്തിലേക്ക് നമ്മുടെ ഓരോ വീടുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായം ചെന്ന മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സമയം കാണുന്നത്, ആ പ്രിയപ്പെട്ട മാതാക്കളെ തെരുവോരത്ത് ജീവിക്കുവാൻ പോലും അവസരം അനുവദിക്കാതെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്നതിൽ അഭിമാനം കാണുന്ന പുതിയ തലമുറയാണ് രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലം 6 മാസമുള്ള പാവപ്പെട്ട ഒരു പെൺകുട്ടി അമ്മയുടെ അമ്മിഞ്ഞിപ്പാൽ കുടിച്ച് റോഡിന്റെ ഓരങ്ങളിൽ നാടോടിയായ അമ്മയുടെ മാറോട്